10 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലേ? പക്ഷെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പം, അത് വെറും 10 മിനിറ്റ് കൊണ്ട്. ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 ചെറിയ പഴം, ഒരു 3 ഏലക്കും 1/4 കപ്പ് ശർക്കര ഉരുക്കിയും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ പറയുന്ന പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ണിയപ്പം റെഡിയാവും. ഞാൻ പറയുന്ന പോലെ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അത് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യോ ഇനി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഞാൻ കുറച്ച് തോന ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. കളറ് ചെറുതായിട്ട് മാറാൻ മതി. ഇനി കരിഞ്ഞു പോയിട്ട് എന്നെ ചീത്ത പറയുന്നൊന്നും വേണ്ടിട്ടോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ പറയുക, തെറ്റ് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വേണം കറുത്ത എള്ളില്ല അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് റവ ഒരേ അളവിലാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അളവൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിനനുസരിച്ച് എന്നെ ചെയ്തോളിട്ടോ, അല്ലെങ്കിൽ പിന്നെ എന്നെ ചീത്ത പറയരുത്. ഇനി അതിലേക്ക് 1/4 കപ്പ് ശർക്കര ഉരുക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് കട്ടി കൂടുതലായിട്ട് തോന്നുമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സില്ലേ, ആ ഒരു ജാറിലേക്ക് തന്നെ ഈ ഒരു ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് മുന്നേ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലും 10 മിനിറ്റ് കൊണ്ട് നമുക്കാവും. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാത്രം മാറ്റി വെക്കുക. ഈ 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താ പറയുക, ഞാൻ പറയുന്നത് നിങ്ങൾ കളത്തരാന്ന് വിചാരിക്കുക, അതുകൊണ്ട് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി തേങ്ങാക്കൊത്തും കൂടി അതിലേക്ക് മാറ്റി വെച്ച ശേഷം വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ കേട്ടോ. ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ സ്റ്റാർ നിങ്ങളെ ഒരു തരത്തിലെ ഫ്ലോപ്പ് ആവില്ല എന്നുള്ളത് 100% ഞാൻ ബെറ്റ് വെച്ച് പറയട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവാവേണ്ടത്. ഞാൻ നല്ലൊരു ഇൻഡസ് വാലിൻ്റെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ്, അതായത് ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഞാൻ പുതിയൊരു കാസറോൾ വാങ്ങിയിട്ടുണ്ട്. നമ്മളെ നിക്ഷാനിൽ ഇതുപോലെ ഒരുപാട് കാസറോളിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ലിങ്ക് വേണ്ട ആൾക്കാർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് കിട്ടും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ കാസറോളിൻ്റെ. അപ്പോൾ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുക. സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. വെറും 10 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.